നാളെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളിതൊരു റിവിഷൻ എന്ന രീതിയിൽ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുമ്പത്തെ ക്ലാസ്സോടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് നിലവിൽ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കേരളത്തിൽ എത്ര ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് നിലവിലുള്ളത്? എത്രയാണ്? 3 എണ്ണമാണ് ഉള്ളത്. അപ്പം കേരളത്തിൽ ഓപ്പൺ ജയിലുകൾ അഥവാ ഓപ്പൺ ജയിലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിൽ എത്ര ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് നിലവിലുള്ളത്? 3. ഓപ്ഷൻ സി 3 ആണ്. എവിടൊക്കെയാണുള്ളത്? നെട്ടുകാൽത്തേരി തിരുവനന്തപുരം, രണ്ടാമത്തേതാണ് ചീമേനി കാസർഗോഡ്, മൂന്നാമത്തേതാണ് പൂജപ്പുര തിരുവനന്തപുരം. നെട്ടുകാൽത്തേരി, ചീമേനി, പൂജപ്പുര എന്നിവ 3 എന്താണ് കേരളത്തിലെ ഓപ്പൺ ജയിലുകളായിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ ജില്ലാ ജയിലുകൾ എത്ര ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 13 ജില്ലാ ജയിലുകളാണുള്ളത്. 13 ജില്ലാ ജയിലുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ജില്ലാ ജയിലുകളിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ് ആ ജില്ല? മലപ്പുറം ജില്ലയാണ് ജില്ലാ ജയിലുകളിൽ ഉൾപ്പെടാത്ത ജില്ല. അപ്പോൾ കേരളത്തിലെ ആകെ ജില്ലാ ജയിലുകൾ എത്രയാണ്? 13 ജില്ലാ ജയിലുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ ആകെ സബ് ജയിലുകളുടെ എണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാം. 16 സബ് ജയിലുകളാണ്. കേരളത്തിൽ 16 സബ് ജയിലുകളാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ വുമൺ ജയിൽ അതായത് വനിതാ ജയിലുകൾ എത്ര ഉണ്ടെന്ന് ചോദിക്കാം പരീക്ഷയ്ക്ക്. 3 വനിതാ ജയിലുകൾ. അപ്പം ഞാൻ കണക്കൊന്ന് പറയാം. കേരളത്തിലെ ആകെ ഓപ്പൺ ജയിലുകൾ എത്രയാണ്? 3 ഓപ്പൺ ജയിലുകൾ, 13 ജില്ലാ ജയിലുകൾ, അതുപോലെ തന്നെ 16 സബ് ജയിലുകൾ, 3 വനിതാ ജയിലുകളുമാണ് ഉള്ളത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കേരള പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് 2010 സെക്ഷൻ 2(3) പ്രകാരം പ്രായപൂർത്തിയായ തടവുകാരൻ എന്നാൽ എത്ര വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഏതെങ്കിലും തടവുകാരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം ഈ ഒരു സെക്ഷൻ പ്രകാരം കേരള പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് പ്രകാരം പ്രായപൂർത്തിയായ തടവുകാരൻ എത്ര വയസ്സ് മുതലുള്ളവരാണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ പഠിച്ചു നോക്കണം. പരീക്ഷയ്ക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ സി 21 വയസ്സ് മുതലാണ്. അപ്പോൾ 21 വയസ്സിന് മുകളിലുള്ളവരെയാണ് എന്താണ് പ്രായപൂർത്തിയായ തടവുകാരൻ എന്ന് കേരള പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് പ്രകാരം പറയുന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നിങ്ങളിതൊരു റിവിഷൻ എന്ന രീതിയിൽ കാണണേ. അടുത്ത ചോദ്യം, വിയ്യൂരിൽ പ്രവർത്തനം ആരംഭിച്ച ആധുനിക സുരക്ഷാ സൗകര്യങ്ങൾ ഉള്ള സംസ്ഥാനത്തെ ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എത്ര തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയാണുള്ളത്? അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വിയ്യൂരിൽ പ്രവർത്തനം ആരംഭിച്ച ആധുനിക സുരക്ഷാ സൗകര്യങ്ങളുള്ള സംസ്ഥാനത്തെ ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രിസണിന് എത്ര തടവുകാരെ പാർപ്പിക്കാനാണ് ശേഷിയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. ഓപ്ഷൻ ഡി 600 തടവുകാരെ പാർപ്പിക്കാൻ ശേഷിയുണ്ട്. ഹൈ സെക്യൂരിറ്റി പ്രിസണിന് 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഈ ഒരു വിയ്യൂര് പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്നാണ് നിലവിൽ വന്നതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. 2019 ജൂലൈ 3. പഠിച്ചു വെച്ചോണം, കേട്ട് പഠിച്ചോണം. 2019 ജൂലൈ 3 എന്താണ് ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ നിലവിൽ വന്നത്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രിസൺ, നമ്മുടെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്തിനു വേണ്ടിയുള്ളതാണ്? അതായത് വലിയ വലിയ ഭീകരവാദികളെയും തീവ്രവാദികളെയും അതുപോലെ തന്നെ അപകടകാരികളായിട്ടുള്ള തടവുകാരെയൊക്കെ എന്താണ് പാർപ്പിക്കാൻ വേണ്ടിയാണ് ഹൈ സെക്യൂരിറ്റി പ്രിസൺ. അപ്പോൾ ഈ വലിയ വലിയ തടവുകാരും അതുപോലെ തന്നെ വലിയ ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ അവർ ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറ്റവാളികളാണല്ലോ. അപ്പോൾ അവരെയൊക്കെ പാർപ്പിക്കുമ്പോൾ എന്ത് വേണം? ഹൈ സെക്യൂരിറ്റി പ്രിസൺ വേണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ പഠിച്ചു വെക്കണം. ബാഗേജ് സ്കാനർ, അതുപോലെ തന്നെ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് ലോക്കറുള്ള സെല്ലുകളാണ്. ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് ലോക്കറുള്ള സെല്ലുകളും അതുപോലെ തന്നെ ബാഗേജ് സ്കാനറും ഒക്കെയാണ് ആ ഒരു പ്രിസണിൽ ഉള്ളത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇത്രയും ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൊഫേപ്പോസ നിയമപ്രകാരമുള്ള തടവുകാരെ ആഴ്ചയിൽ ഏത് ദിവസമാണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിയമോദ്ദേശകർക്കും കൂടിക്കാഴ്ച നടത്തുന്നതിന് അനുവാദം നൽകുന്നത്? അതായത് ഇത്രയേ ഉള്ളൂ. കൊഫേപ്പോസ നിയമം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കൊഫേപ്പോസ എന്താണ്? ഫുൾ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ട് ആണ് കൊഫേപ്പോസ ആക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ സുരക്ഷയുമായിട്ട് ബാധിക്കുന്ന സ്വർണ്ണക്കടത്തായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, കള്ളപ്പണം വെളുപ്പിക്കലായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി അങ്ങനെയൊക്കെയുള്ള ക്രൈമിനെ പറയുന്നതാണ് കൊഫേപ്പോസ ആക്ട് എന്ന് പറയുന്നത്. ആ നിയമപ്രകാരം
ഉള്ള തടവുകാരെ ആഴ്ചയിൽ ഏത് ദിവസമാണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിയമോദ്ദേശകർക്കും കൂടിക്കാഴ്ച നടത്തുന്നതിന് അനുവാദം നൽകുന്നതെന്നാണ് ഈ ഒരു ചോദ്യപ്രകാരം നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബുധനാഴ്ച മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. പഠിച്ചു വെക്കണം. ബുധനാഴ്ച മാത്രമാണ് കൊഫെപ്പോസെ തടവുകാർക്ക് എന്താണ് വിസിറ്റിംഗ്, അതായത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിയമോദ്ദേശം നൽകുന്നവർക്കും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നതിന് അനുവാദം നൽകുന്നത് ഓപ്ഷൻ എ ബുധനാഴ്ചയാണ്. പഠിച്ചു വെച്ചോണം. ബുധനാഴ്ചയാണ് കൊഫെപ്പോസ ബുധനാഴ്ച. പഠിച്ചു വെച്ചോണേ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചുവടെ കൊടുത്ത പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ജയിലിൽ ആയിരിക്കുമ്പോൾ തടവുകാർക്ക് അവരുടെ മതപരമായ ആചാരങ്ങൾ പാലിക്കാൻ കഴിയും. ശരിയാണ്, അത് ശരിയാണ്. ജയിലിലായിരിക്കുമ്പോൾ തടവുകാർക്ക് എന്താണ് അവരുടെ മതപരമായ ആചാരങ്ങൾ പാലിക്കാൻ കഴിയും. അതുപോലെ തന്നെ ജയിലിൽ പ്രവേശിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഓരോ തടവുകാരനെയും ഒരു മെഡിക്കൽ ഓഫീസർ പരിശോധിക്കണം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ജയിലിൽ ഒരു പ്രവേശിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അവൻ്റെ മെഡിക്കൽ എടുക്കണം. അത് മെഡിക്കൽ എടുക്കുന്ന ആരായിരിക്കും? മെഡിക്കൽ ഓഫീസർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 സെക്ഷൻ 30 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അപ്പം മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 30 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി മനുഷ്യാവകാശ കോടതിയാണ് കേട്ടോ. മനുഷ്യാവകാശ കോടതിയാണ് സെക്ഷൻ 3 പരിഗണിക്കുന്നത്. മനുഷ്യാവകാശ കോടതിയാണ് സെക്ഷൻ 30 കേട്ടോ. സെക്ഷൻ 30 എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 30 എന്താണ്? മനുഷ്യാവകാശ കോടതി. അപ്പോൾ അതോടെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് സെക്ഷൻ 21 കേട്ടോ. സെക്ഷൻ 21 മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. സെക്ഷൻ 21. അതുപോലെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നത് സെക്ഷൻ 31 കേട്ടോ. അപ്പോൾ അതോടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സെക്ഷൻ 31, മനുഷ്യാവകാശ കോടതി സെക്ഷൻ 30, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്ഷൻ 21. പരീക്ഷയ്ക്ക് ചോദിക്കുമേ. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 സെക്ഷൻ 3 പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. അത് ശരിയാണ് അല്ലേ? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ ബി നോക്കാം. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി ആയിരിക്കണം. അതും ശരിയാണ്. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓപ്ഷൻ സി നോക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരുന്ന വ്യക്തി. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ 2 പേർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് ആർക്കൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ അതുപോലെ തന്നെ മുൻ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്? ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ചിലപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ഓപ്ഷൻ നമ്മളെ തെറ്റിക്കാനായിട്ട് ചോദിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ എന്ന് ചോദിക്കും. ഇത് തെറ്റാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്ത പ്രസ്താവനകൾ പരിശോധിക്കുക എന്നാണ്. നിയമത്തിൽ 10 അധ്യായങ്ങളാണുള്ളത്. തെറ്റല്ലേ? നിയമത്തിൽ 10 അധ്യായങ്ങളാണോ ഉള്ളത്? തെറ്റല്ലേ? അപ്പോൾ നിയമത്തിൽ എത്ര അധ്യായങ്ങളാണ്? നിയമത്തിൽ 8 അധ്യായങ്ങളാണ് ടോട്ടൽ ഉള്ളത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ 8 അധ്യായങ്ങളാണുള്ളത്. അതുപോലെ തന്നെ നിയമത്തിൽ 43 വകുപ്പുകളാണുള്ളത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. നിയമത്തിൽ 43 വകുപ്പുകളാണുള്ളത്. അപ്പോൾ 8ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2 മാത്രമാണ് ഇവിടെ ശരി. പ്രസ്താവന 2 മാത്രമാണ് ഇവിടെ ശരി കേട്ടോ. പ്രസ്താവന 2 മാത്രമാണ് ഇവിടെ ശരി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993
സെക്ഷൻ 2 പ്രകാരം രാജ്യാന്തര ഉടമ്പടികൾ എന്നാൽ ഡാഷ് തീയതി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സ്വീകരിച്ച പൗരാവകാശത്തിന്മേലും അതുപോലെ തന്നെ രാഷ്ട്രീയ അവകാശത്തിന് മേലുള്ള രാജ്യാന്തര ഉടമ്പടിയും സാമ്പത്തിക സാമൂഹിക സാംസ്കാരികവുമായ അവകാശത്തിന് മേലുള്ള രാജ്യാന്തര ഉടമ്പടിയും എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏത് തീയതിയിലാണ് UN പൊതുസഭ ഈ ഒരു ഉടമ്പടി അംഗീകരിച്ചത് എന്നാണ് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആ തീയതിയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. 1966 ഡിസംബർ 16 കേട്ടോ. ഓപ്ഷൻ സി 1966 ഡിസംബർ 16 UN പൊതുസഭ ഈ ഒരു ഉടമ്പടി അംഗീകരിച്ചത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ചുവടെ കൊടുത്തവരിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സംസ്ഥാന മുഖ്യമന്ത്രി വരുമല്ലോ, ശരിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭാ സ്പീക്കർ വരും, ശരിയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി, ശരിയാണ്. നിയമസഭാ പ്രതിപക്ഷ നേതാവ്, ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ജനാധിപത്യമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ ഇത് ഇത്രയും പേര് വരുന്നതാണ്. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4 കേട്ടോ. 1, 2, 3, 4 ഇവരെല്ലാം വരുന്ന ആൾക്കാരാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സംസ്ഥാന മുഖ്യമന്ത്രി വരും, സംസ്ഥാന നിയമസഭാ സ്പീക്കർ വരും, സംസ്ഥാന ആഭ്യന്തരമന്ത്രി വരും, ആഭ്യന്തര വകുപ്പ് മന്ത്രി വരും, 4ാമത്തെ ആരാണ്? നിയമസഭാ പ്രതിപക്ഷ നേതാവും വരും. മുഖ്യമന്ത്രി ആയിരിക്കും ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് കേട്ടോ. അധ്യക്ഷൻ മുഖ്യമന്ത്രി ആയിരിക്കും. അടുത്ത ചോദ്യം പറയുന്നതിന് മുമ്പ് ഞാൻ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജനുവരി 25. അതായത് ഈ മറ്റന്നാൾ മുതൽ ഈ ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ബെവറേജ് LD, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, ഡിഗ്രി ലെവൽ എക്സാംസ്, നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്ക് വേണ്ടി ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ടെലഗ്രാമിലായിരിക്കും ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിവിഷൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത്. 7:30 മുതൽ 8:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് വരുന്നത്. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ റെക്കോർഡർ സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ എടുക്കുന്ന ക്ലാസ്സിൻ്റെയൊക്കെ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. 6 മാസം വാലിഡിറ്റി ഇരിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും. വെറും 200 രൂപ മാത്രം വരുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ 81 299 339, ഒന്നുകൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം നമുക്ക് ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്യാച്ച് ചെയ്ത് തന്നെ പോവാം. അതുപോലെ തന്നെ ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കത്തക്ക രീതിയിലുള്ള കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ഉള്ളൂ. ജനുവരി 25 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എത്ര രൂപ ശിക്ഷ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ട്. അപ്പം വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ എത്ര രൂപ ശിക്ഷ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദിവസം പ്രതി 250 രൂപ. അതായത് വിവരം കിട്ടാൻ വൈകുവാണെങ്കിൽ ആ വൈകുന്ന ഓരോ ദിവസവും ദിവസം പ്രതി 250 രൂപ വെച്ചാണ് പിഴ വരുന്നത് ആ ഉദ്യോഗസ്ഥന്. അതുപോലെ 250 രൂപ വെച്ച് എത്ര വരെ മാക്സിമം പിഴ ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് പിടിച്ചെടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം 25,000 രൂപ വരെ മാക്സിമം പരമാവധി പിഴ പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. 25,000 രൂപ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തവയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കാവുന്ന നിയമം ഏതാണ്? ചുവടെ കൊടുത്തവയിൽ വിവരാവകാശത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കാവുന്ന നിയമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. അതുകൊണ്ടൊന്ന് ആ വർഷത്തോടൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പം പരീക്ഷയ്ക്ക് 2001 2003 എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പഠിച്ചു വെക്കണം. വിവരാവകാശ നിയമത്തിന് മുൻഗാമിയായിട്ട് കണക്കാക്കാവുന്ന നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് കേട്ടോ. അടുത്ത ചോദ്യം.
വിവരാവകാശ നിയമം 2005 എത്രാം വകുപ്പാണ് വിവരാവകാശം എന്ന വാക്കിനെ നിർവചിക്കുന്നത്? അപ്പം വിവരാവകാശം എന്ന വകുപ്പിനെ നിർവചിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം സെക്ഷൻ 2J ആണ് വിവരാവകാശത്തെ നിർവചിക്കുന്നത്. സെക്ഷൻ 2J ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 2F ആണ് എന്താണ്? സെക്ഷൻ 2F വിവരം എന്നതിനെ നിർവചിക്കുന്നതാണ് സെക്ഷൻ 2F. സെക്ഷൻ 2J വിവരാവകാശം എന്ന വാക്കിനെ നിർവചിക്കുന്നതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ തെറ്റിപ്പോലെ സെക്ഷൻ 2J ആണ് വിവരാവകാശം എന്ന വാക്കിനെ നിർവചിക്കുന്നത്. സെക്ഷൻ 2F എന്താണ്? വിവരം എന്നതിനെ നിർവചിക്കുന്നതാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷ മറ്റൊരു പബ്ലിക് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രസ്തുത അപേക്ഷ ആ പൊതു അധികാര സ്ഥാപനത്തിന് കൈമാറേണ്ടതുണ്ട്. ഇത് എത്ര ദിവസത്തിനുള്ളിലാണ് കൈമാറേണ്ടതുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, 5 ദിവസമാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം, അപ്പോൾ ക്ലിയർ ആവും. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷ മറ്റൊരു പബ്ലിക് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രസ്തുത അപേക്ഷ ആ പൊതു അധികാര സ്ഥാപനത്തിന് കൈമാറേണ്ടതുണ്ട്. ഇത് എത്ര ദിവസത്തിനുള്ളിലാണ് കൈമാറേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? 5 ദിവസമാണ് കാലാവധി വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 24 പ്രകാരം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചില സ്ഥാപനങ്ങളെ വിവരാവകാശ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നിയമത്തിലെ എത്രാം ഷെഡ്യൂളിൽ നിന്നാണ് ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നൽകിയിട്ടുള്ളതെന്നാണ്? എത്ര ഷെഡ്യൂളാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 2ാം ഷെഡ്യൂളാണ് കേട്ടോ. 2ാം ഷെഡ്യൂളാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം, അപ്പോൾ ക്ലിയർ ആവും. എന്താണ്? വിവരാവകാശ നിയമം 2005 സെക്ഷൻ 24 പ്രകാരം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചില സ്ഥാപനങ്ങളെ വിവരാവകാശ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നിയമത്തിലെ എത്രാം ഷെഡ്യൂളിലാണ് ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നൽകിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? 2ാം ഷെഡ്യൂളാണ്. അതുപോലെ തന്നെ ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ഇതിലേതാ ഉൾപ്പെടാത്തതെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു നോക്കണം. ഇൻ്റലിജൻസ് ബ്യൂറോ IB, അതുപോലെ തന്നെ റോയും നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോ അല്ല, IB, അതുപോലെ ഇൻ്റലിജൻസ് ബ്യൂറോ IB, അതുപോലെ തന്നെ അതുപോലെ തന്നെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, അതുപോലെ തന്നെ CBI, അങ്ങനെ തുടങ്ങിയ തന്ത്രപ്രധാനമായിട്ടുള്ള സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? അപ്പോൾ ഒരു അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആത്മസാക്ഷാത്കാരമാണ് കേട്ടോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ആത്മസാക്ഷാത്കാരമാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപം കൊണ്ട പഠന സിദ്ധാന്തം ഏതാണ്? വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപം കൊണ്ട പഠന സിദ്ധാന്തം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം കേട്ടോ. സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം. അപ്പോൾ വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപം കൊണ്ട പഠന സിദ്ധാന്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദമാണ്. അടുത്തത് 18ാമത്തെ ചോദ്യം, ജെറോം എസ് ബ്രൂണോയുടെ അഭിപ്രായത്തിൽ ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്ന ആശയരൂപവൽക്കരണ ഘട്ടം ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രതീകാത്മക ഘട്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ജെറോം എസ് ബ്രൂണോയുടെ അഭിപ്രായത്തിൽ ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്ന ആശയരൂപവൽക്കരണ ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം എന്ന് പറയുന്നത്. ജെറോം എസ് ബ്രൂണോയുടെ അഭിപ്രായത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് പ്രതീകാത്മക ഘട്ടം, 2 പ്രവർത്തന ഘട്ടം, 3 വിബംബന ഘട്ടമാണ്. പ്രതീകാത്മക ഘട്ടമാണ് നമ്മളിപ്പം പറഞ്ഞതിനോട്ട് എന്താണ്? വിവരങ്ങൾ ശേഖരിക്കുന്നത്, അതുപോലെ തന്നെ ആശയവിനിമയത്തിന് ഭാഷ ഉപയോഗിക്കുന്നത്, ഗണിത ചിഹ്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ, അതൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ പ്രതീകാത്മക ഘട്ടത്തിലാണ് വരുന്നത്. രണ്ടാമത്തെ പ്രവർത്തന ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളുടെയും അതുപോലെ തന്നെ ചലനങ്ങളുടെയൊക്കെ ഘട്ടമാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈക്കിൾ ചവിട്ടുന്നതൊക്കെ പ്രവർത്തന ഘട്ടത്തിലാണ് വരുന്നത് കേട്ടോ. സൈക്കിൾ ചവിട്ടുന്നതൊക്കെ പ്രവർത്തന ഘട്ടത്തിലാണ് വരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ജെറോം എസ് ബ്രൂണോയുടെ അഭിപ്രായത്തിൽ സൈക്കിൾ ചവിട്ടുന്നത് ഏത് ഘട്ടത്തിലാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാം. പ്രവർത്തന ഘട്ടത്തിലാണ് വരുന്നത് കേട്ടോ. പ്രവർത്തനം ചലനമൊക്കെ പ്രവർത്തന ഘട്ടത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ വിബംബന ഘട്ടം എന്ന് പറയുന്നത് ചിത്രങ്ങളിലൂടെ മാനസിക ബിംബങ്ങളിലൂടെയൊക്കെ പോകുന്നത്, ഗ്രഹിക്കുന്നതൊക്കെ കേട്ടോ, അതൊക്കെയാണ് വരുന്നത്.
അതായത് ചിത്രങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ തോന്നുന്നില്ലേ ബിംബനം, ചിത്രങ്ങളിലൂടെയും മാനസിക ബിംബങ്ങളിലൂടെയൊക്കെ എന്താണ് നമുക്ക് പെട്ടെന്ന് ആശയവിനിമയം അതുപോലെ തന്നെ പെട്ടെന്നുള്ള തോട്ടുകളൊക്കെ വരുന്നതാണ് വിബംബന ഘട്ടം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ജീവിയിൽ ഉടലെടുക്കുന്ന താൽക്കാലിക അവസ്ഥയെ പ്രശസ്ത അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ക്ലർക്കൽ ഹള്ള് വിശേഷിപ്പിച്ച എന്തിനാണ്? ആൻസർ ഓപ്ഷൻ എ ഡ്രൈവ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ജീവിയിൽ ഉടലെടുക്കുന്ന താൽക്കാലിക അവസ്ഥയെ പ്രശസ്ത അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലർക്കൽ ഹള്ള് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ എ ഡ്രൈവ് എന്നാണ്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹോവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? വ്യക്തിഗത സ്വഭാവം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആന്തരിക വൈയക്തിക ബുദ്ധി, അതായത് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സ്വത്വ സാക്ഷാത്കാരത്തിനും എത്തുവാനുള്ള കഴിവിനെയാണ് ആന്തരിക വൈയക്തിക ബുദ്ധിയിലൂടെ വെളിവാക്കപ്പെടുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും സ്വയം മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവിനെയാണ് ആന്തരിക ബുദ്ധി. നമ്മൾ ആഴത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഒക്കെയുള്ള സ്വയം മെച്ചപ്പെടുത്താനൊക്കെ ഉള്ളൊരു കഴിവിനെയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിൽ നൽകാവുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കാം. സംഗീതം ആസ്വദിക്കാനുള്ള കഴിവാണോ? അല്ല. അതുപോലെ തന്നെ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവാണോ? അതല്ല. പിന്നെ സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറുന്നതിനുള്ള കഴിവാണോ? അല്ല. പിന്നെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്താണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവ്. അപ്പം ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകാരം എന്താണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവിനെയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകാരം ബന്ധപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നൽകാവുന്ന പ്രവർത്തനങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഒരു ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകാരം ഏതൊക്കെയാണ്? ജേർണലുകൾ നിർമ്മിക്കൽ, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, സംവാദങ്ങളിൽ ഏർപ്പെടൽ, ചർച്ചകളിൽ ഏർപ്പെടൽ എന്നിവയൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണേ. എന്നിവയൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സംഗീതം ആസ്വദിക്കാനുള്ള കഴിവൊക്കെ സംഗീതപരമായിട്ടുള്ള ബുദ്ധിയിലാണ് വരുന്നത്. സംഗീതപരമായിട്ടുള്ള ബുദ്ധിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? യുക്തിപരവും ചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധിയിലാണ് വരുന്നത് ഗണിതശാസ്ത്രം. പിന്നെ സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറുന്നത് ഏത് ബുദ്ധിയിൽ വരും? വ്യക്തിയാന്തര ബുദ്ധിയിലാണ് വരുന്നത്. വ്യക്തിയാന്തര ബുദ്ധിയിലാണ് കേട്ടോ. പരസ്പര വിലയിരുത്തിയുള്ള മറ്റുള്ളവർ കാഴ്ചപ്പാടി നോക്കിക്കാണലൊക്കെ വ്യക്തിയാന്തര ബുദ്ധിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്ലാസ്സൂടെ. ഞാൻ ഇനി ഒരു മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സൂടെ ഇപ്പം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് തന്നെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാവരും സ്പെഷ്യൽ ടോപ്പിക്സ് നല്ല രീതിയിൽ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് PVQ ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഡൗട്ടുള്ള സൈക്കോളജി ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.